എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, ഇന്ന് ഞാനൊരു കുക്കിങ്ങുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ഉണക്ക കപ്പ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉണക്ക കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊരു പുഴുക്ക്. ഇതിനി വെള്ളത്തിലൊന്ന് കുറച്ച് നേരം നമ്മൾ കുതിർത്തൊക്കെ വെക്കണം. അതുകൊണ്ടൊരു പുഴുക്കും കൂടെ നമ്മുടെ കണ്ണിയില കൊണ്ട് ഒരു കറിയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വിശദമായ വീഡിയോ ഒക്കെ പുറകെ കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പോൾ ശരി, ഇനി പാചകമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. നമ്മൾ കണ്ണിയില പൊള്ളിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണക്കക്കപ്പ പുഴുക്കുണ്ടാക്കുന്നത്. അപ്പോൾ കണ്ണിയില അതെ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 7 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ മുറിക്കുന്നില്ല, ഒരു ഭംഗിയായിട്ടിരുന്നോട്ടെന്ന് വെച്ച് ഒന്നോടെ തന്നെ നമ്മൾ പൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണിയില പൊള്ളിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് 1-ാം പാലാണ്. ഒരു ചെറിയ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയായിട്ട് മുളക് പൊടി ഒരു 2.5 സ്പൂൺ, കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണിത്. 2.5 സ്പൂൺ ഉണ്ട്. ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ചെറിയ സ്പൂണിന് 3/4 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചതച്ചിടാൻ വേണ്ടി ഒരു 1/4 സ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും കടുകും കൂടെ നമ്മൾ വറുത്തിടുന്നുണ്ട്. കടുകിനൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടെ വറുത്തിടുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ നോക്കാം നമുക്ക്. ഒരു സബോള നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ പുളി പോരാത്തത് കൊണ്ട്, നമ്മൾ ഇത്രയും മീനുള്ളത് കൊണ്ട് നമ്മൾ ഒരു 2 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ണിയില മീൻ പൊള്ളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മൺചട്ടി നമ്മൾ അടുപ്പ് കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവയും കടുകും ആദ്യം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി നമ്മൾ എടുത്തു വെച്ച ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോളയൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സബോള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടേക്കാം. ഇതിന് നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വഴറ്റാം. അപ്പം സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചായിരുന്നത്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടി രണ്ടും ഇട്ട് നന്നായിട്ട് വഴറ്റാം. അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മുടെ സവോളയിലും തക്കാളിയിലും ഒക്കെ നല്ല പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീനൊന്ന് മുങ്ങിയിരിക്കാനുള്ള വെള്ളം. നമുക്ക് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോൾ മീൻ പെറുക്കി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ
പൊള്ളിക്കാനുള്ള ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം. മീനെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ചട്ടിയാണെങ്കിലും അതിനകത്ത് 7 മീൻ കിടക്കാനുള്ള സ്ഥലം ഇച്ചിരി കുറവാണ്. നമുക്ക് ഇവരെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടഞ്ഞിരുന്നൊന്ന് നന്നായിട്ട് വെന്ത് കുറുകുമ്പം നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കണ്ണിയില പൊള്ളിച്ചത് റെഡിയാകും. ഇതും കപ്പപ്പുഴുക്കുമായിട്ട് നമുക്ക് കഴിക്കുന്ന വീഡിയോ ഷോർട്ടിൽ കാണുകയും ചെയ്യാം. കറി എന്തായാലും നോക്കാം. ഇതാ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒത്തിരി നേരം തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇത് 5-6 മീനുള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ ഇടയില്ല. അതുകൊണ്ട് ചിലരൊക്കെ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. സാരമില്ല, അവരെ നമുക്ക് കഴിക്കുമ്പോൾ നിവർത്താം. ഇനി ഒന്ന് ചൂടാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യും. പിരുന്നിത് കുറുകിക്കോളും. ലാസ്റ്റ് നമ്മൾ 2 കറിവേപ്പില, കുഞ്ഞിക്കറിവേപ്പില, അത് ഇവിടെ നിന്നത് എടുത്തിട്ടതാണ്. അപ്പം ഇനി നമുക്ക് ഷോർട്ടിൽ കണ്ണിയില പൊള്ളിച്ച കറിയും തേങ്ങാപ്പാലൊഴിച്ച് പൊള്ളിച്ചതും ഉണക്കക്കപ്പ കുഴച്ചതും കൂട്ടി കഴിക്കുന്നത് കാണാം. തേങ്ങാപ്പാൽ ഒഴിച്ച അടിപൊളി കണ്ണിയില കറി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഉപ്പും എരിവും പുളിയും എല്ലാം നമ്മൾ നോക്കി. തക്കാളിക്ക് ഇച്ചിരി പുളി കുറവായതുകൊണ്ടാണ് നമ്മൾ ആ പുളിയും കൂടെ ഇട്ട് കൊടുത്തത്. കുടംപുളി 2 കഷ്ണം ഇട്ടപ്പോൾ പാകത്തിന് പുളിയും ഉണ്ട്, എരിവും ഉണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിളച്ചില്ല. ഒന്ന് ചൂടായപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് എടുത്തതാണിത്. ഇനി ഇത് നമ്മുടെ ഉണക്കക്കപ്പ പുഴുക്കിൻ്റെ കൂടെ കഴിക്കുന്നത് നമുക്ക് കാണാം. ഉണക്കക്കപ്പ നമ്മൾ ഒരു 5-8 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകി കുറച്ച് നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക. ഇത് ഈ തൊലി കളഞ്ഞു വന്ന ഉണക്കക്കപ്പ ആയതുകൊണ്ട് മണ്ണും പൊടിയും ഉണ്ടാകുമെന്ന് വെച്ച് നമ്മൾ ഒത്തിരി പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് തെളിയുന്നിടം വരെ കഴുകി. പക്ഷേ പൊടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, മണ്ണ് ഒരു തരി പോലും ഇല്ലായിരുന്നു. നമുക്ക് മണ്ണുണ്ടെങ്കിൽ അടിയിൽ മണ്ണ് വരുമല്ലോ, ഒട്ടും മണ്ണില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെള്ളം തെളിയുന്നത് വരെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറിലേറെയായി ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നു. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിനി ഇതിനെ കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ച് നോക്കാം, വേകുമോ എന്നൊക്കെ ഒന്നറിയാം. ഉണക്കക്കപ്പ നമ്മൾ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലിട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ അതിനകത്ത് അരപ്പൊന്നും ചേർക്കുന്നില്ല. തേങ്ങ മാത്രം തിരുമ്മിയിട്ട് കടുകും വറുത്തെടുക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മൾ ഇതിനു മുമ്പേ ഒരു പച്ചക്കപ്പ തേങ്ങയൊക്കെ ചതച്ച് ചേർത്ത് ചൂരക്കറിയായിട്ടുള്ളൊരു ഷോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉണക്കക്കപ്പ ഇപ്പം നന്നായിട്ട് ഉടച്ചിട്ട് തേങ്ങ തിരുമ്മി ചേർത്ത് കടുകും വറുത്ത് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ണിയില പൊള്ളിച്ചതും കൂട്ടി കഴിക്കുന്ന ഒരു ഷോട്ടാണ് നമ്മൾ പുറകെ കാണിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുക്കിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ചെറിയ പാട്ടുകളൊക്കെ പാടി ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷേ അപ്പം 1-2 പ്രാവശ്യം നമുക്ക് കോപ്പിറൈറ്റ് വന്നത് കാരണം നമ്മളിനി അതൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതുവരെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.